ശരിക്കും പറഞ്ഞാൽ നമ്മുടെ യാത്രയുടെ അടിസ്ഥാനം എന്താണെന്ന് ഈ ഒരു പ്രതിമയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതായത് സതീദേവിയെ എടുത്തുകൊണ്ട് ശിവഭഗവാന് ഇങ്ങനെ നിൽക്കുന്ന ഒരു പടമാണ് ഈ അട്ടഹാസ ശക്തിപീഠ ക്ഷേത്രത്തിൻ്റെ മുന്നിൽ ഇങ്ങനൊരു പ്രതിമയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അങ്ങനെ ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ നമ്മുടെ നെറ്റിയിൽ ഇങ്ങനെ സിന്ദൂരം ചാർത്തിയിട്ടുണ്ട്. ഇന്ന് സിന്ദൂരത്തിന് വളരെ പ്രത്യേകതയുള്ളൊരു ദിവസമാണ്. ഓപ്പറേഷൻ സിന്ദൂർ നടന്ന ദിവസമാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ശക്തിപീഠത്തിലും ചെല്ലുമ്പോഴത്തേക്കും നമുക്ക് ഓരോരോ അനുഭവങ്ങളും അനുഭൂതികളും ഒക്കെയാണ് ഉണ്ടാകുന്നത്. ഓരോ സ്ഥലം ഇത്രയും ഒരു ഗ്രാമത്തിൽ ഇത്രയും ഒരു വനപ്രദേശത്ത് നമ്മൾ ഇതുവരെ ഒരു ശക്തിപീഠത്തിൽ ഇതുവരെ നമ്മൾ വന്നിട്ടില്ല. 51 ശക്തിപീഠങ്ങളിലൂടെയുള്ള യാത്രയുടെ ഭാഗമായിട്ട് നമ്മൾ ഭുല്ലാര ശക്തിപീഠത്തിലാണ് ഇപ്പോഴുള്ളത്. നമ്മൾ അടുത്തതായിട്ട് ഇവിടെ നിന്ന് പോകുന്നത് ഇവിടെ നിന്ന് ഏകദേശം ഒരു 30 കിലോമീറ്റർ ദൂരെയായിട്ടുള്ള അട്ടഹാസ ശക്തിപീഠ ക്ഷേത്രത്തിലേക്കാണ് പോകുന്നത്. ഈ 2 ശക്തിപീഠത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒന്ന് ഭുല്ലാര, ഒന്ന് അട്ടഹാസ. 2 ശക്തിപീഠത്തിൻ്റെ പേരിനകത്ത് നമുക്കിവിടെ ഒരു പ്രത്യേകത കാണാനായിട്ട് സാധിക്കും. ഒന്ന് ദേവിയുടെ പുഞ്ചിരി, ഒന്ന് ദേവിയുടെ അട്ടഹാസം. നമ്മളിവിടെ ഭുല്ലാര ശക്തിപീഠത്തിൻ്റെ സമീപം നമ്മൾ താമസിച്ച റൂമാണ്. വലിയ കുഴപ്പമില്ലാത്ത നല്ല ഒരു റൂമാണ്. 600 രൂപയായിരുന്നു ഒരാൾക്ക്. നമ്മളിനി ഇവിടെ നിന്ന് ഇവിടെ അടുത്തൊരു റെയിൽവേ സ്റ്റേഷൻ ഉണ്ട്, ലാപ്പൂർ എന്ന് പറഞ്ഞൊരു റെയിൽവേ സ്റ്റേഷൻ ഉണ്ട്. ആ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നമുക്ക് അടുത്ത സ്ഥലത്തോട്ട് നമ്മൾ പോവുകയാണ്. അട്ടഹാസ ശക്തിപീഠ ക്ഷേത്രത്തിലേക്കാണ് പോകുന്നത്. നമുക്ക് ഇവിടുന്ന് റെയിൽവേ സ്റ്റേഷനിൽ പോകാനായിട്ടൊരു ഈ ഓട്ടോ കിട്ടിയിരിക്കുകയാണ്. നമുക്ക് കുറച്ച് ദൂരമേ ഉള്ളൂ. നമ്പർ തേദിയ. ഓക്കെ. ഒരേ ശക്തിപീഠം തന്നെ, അതായത് ഭുല്ലാര ശക്തിപീഠം തന്നെ ഈ 2 സ്ഥലങ്ങളിലും നമ്മളിപ്പോൾ പോകുന്ന സ്ഥലത്തും ഈ സ്ഥലത്തും ദേവിയുടെ കീഴ്ചുണ്ട് പതിച്ച സ്ഥലമായിട്ടാണ് വിശ്വസിക്കപ്പെടുന്നത്. അതെന്തുകൊണ്ടാണ് അങ്ങനെ 2 സ്ഥലങ്ങളിൽ വന്നതെന്നൊക്കെ അതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അറിയത്തില്ല. എന്താണെങ്കിലും നമ്മൾ ഈ അടുത്ത സ്ഥലത്തും കൂടെ അട്ടഹാസ ശക്തിപീഠത്തിലും കൂടെ നമ്മൾ പോവുകയാണ്. നമ്മളങ്ങനെ ഭുല്ലാര ശക്തിപീഠ ക്ഷേത്രത്തിൻ്റെ അടുത്തുള്ള ലാപ്പൂർ എന്ന് പറയുന്ന റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. നമ്മുടെ ക്ഷേത്രത്തിൻ്റെ അവിടുന്ന് ഏകദേശം ഒരു 2-3 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ റെയിൽവേ സ്റ്റേഷനിലേക്ക്. ഇത് വളരെ ചെറിയൊരു റെയിൽവേ സ്റ്റേഷനാണ്. ഈ ശക്തിപീഠങ്ങളിലൂടെയുള്ള യാത്രയുടെ ഇടയ്ക്കാണ് നമുക്ക് വളരെ സന്തോഷകരമായിട്ടുള്ളൊരു വാർത്ത ഇന്ന് രാവിലെ കേൾക്കാനായിട്ടിടയായത്. നമ്മുടെ സൈന്യം പാകിസ്ഥാനിൽ തക്കതായിട്ടുള്ള തിരിച്ചടി നൽകിയെന്നുള്ള വാർത്ത. എന്താണെങ്കിലും എനിക്ക് ഇത് കേട്ടപ്പോൾ തോന്നിയത് അട്ടഹാസ എന്നുള്ള ഒരു പേരും ഭുല്ലാര എന്നുള്ള പേരും, അതായത് ഇന്നലെ രാത്രി വരെ ഭുല്ലാര എന്നുള്ള പേര്, അതായത് ദേവിയുടെ ഒരു പുഞ്ചിരിയായിരുന്നു മനസ്സിൽ. ഇന്ന് രാവിലെ ആയപ്പം ആ വാർത്ത കണ്ടു കഴിഞ്ഞപ്പം ദേവിയുടെ അട്ടഹാസം എന്നുള്ളൊരു സംഭവം മനസ്സിലേക്ക് വരുന്നു. എന്താണെങ്കിലും അട്ടഹാസ ശക്തിപീഠ ക്ഷേത്രം കാണാനായിട്ടാണ് ഇനി പോകുന്നത്. നമുക്ക് ഇവിടുന്ന് പോകേണ്ടത് നിരോൾ എന്ന് പറയുന്ന ഒരു റെയിൽവേ സ്റ്റേഷനിലേക്കാണ്. നമ്മളിപ്പോഴുള്ള ലാപ്പൂർ റെയിൽവേ സ്റ്റേഷൻ്റെ മുകളിൽ ഇങ്ങനെ ഓവർബ്രിഡ്ജ് നിൽക്കുകയാണ്. ഓവർബ്രിഡ്ജ് നിൽക്കുന്നതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ ആണെങ്കിലും കാറ്റുണ്ട്. താഴോട്ട് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ചൂടാണ്. ഇവിടെ വെയിൽ കൊള്ളാതെ നിൽക്കാനായിട്ടുള്ള സംഭവമൊന്നുമില്ല. അങ്ങനെ നമ്മുടെ ട്രെയിൻ വരുന്നുണ്ട്. ലാപ്പൂർ സ്റ്റേഷനിൽ നിന്ന് നമ്മൾ നിരൂൾ എന്ന് പറയുന്ന സ്റ്റേഷനിലേക്ക് പോകാനായിട്ടാണ്. ഇവിടെ നമ്മൾ സാധാരണ സ്റ്റേഷനുള്ള പോലെ വലിയ അനൗൺസ്മെൻറ്റും കാര്യങ്ങളൊന്നുമില്ല. ട്രെയിൻ ദൂരെ ഇങ്ങനെ ഓണടിച്ച് വരുന്നുണ്ട്. പാസഞ്ചർ ട്രെയിനാണ്. ട്രെയിനിൽ തിരക്കൊന്നുമില്ല, മുഴുവൻ കാലിയായിട്ട് കിടക്കുക. എന്നാൽ നമുക്ക് നല്ല സൗകര്യമായിട്ട് ഇരുന്ന് പോകാനായിട്ടുള്ള സ്ഥലമുണ്ട്. അപ്പം നമ്മളങ്ങനെ പാസഞ്ചർ ട്രെയിനെ കയറിയിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ബംഗാളിൻ്റെ ഗ്രാമങ്ങൾ തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു ട്രെയിനാണെന്ന് പറയാം. ഇവിടുന്ന് ഏകദേശം ഒരു 20 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ. നമ്മളങ്ങനെ അട്ടഹാസ ശക്തിപീഠത്തിലോട്ട് പോകാനായിട്ട് നിരൂൽ എന്ന് പറയുന്ന ഒരു റെയിൽവേ സ്റ്റേഷൻ എത്തിയത്. വളരെ തീരെ ചെറിയൊരു റെയിൽവേ സ്റ്റേഷനാണ്. തീരെ ഇതുപോലെയുള്ള ഗ്രാമപ്രദേശമാണ്. ഇവിടെ ഒരു ഓട്ടോക്കാരന് ഇവിടെ കിടപ്പുണ്ടായിരുന്നു. നമ്മൾ ഓട്ടോക്കാരനോട് ചോദിച്ച് നമ്മൾ അട്ടഹാസ ശക്തിപീഠത്തിലോട്ട് പോകാനായിട്ട് ഇവിടെ 100 രൂപയാണ് ഇദ്ദേഹം പറഞ്ഞത്. ഇവിടുന്ന് 6.5 കിലോമീറ്റർ ദൂരം ഉണ്ടെന്നാണ് പറഞ്ഞത്. നമ്മൾ ഇന്നലെ വന്നതിലൊക്കെ ഗ്രാമപ്രദേശമാണെന്ന് തോന്നുന്നു. നമ്മൾ നിരൂൽ എന്ന് പറയുന്ന റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി നമ്മൾ അട്ടഹാസ ശക്തിപീഠ ക്ഷേത്രത്തിലോടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഗ്രാമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഗ്രാമമാണെന്ന് പറയാം. ഇത് നമ്മൾക്ക് അവിടെ ഈ സാധനങ്ങളൊന്നും കിട്ടാൻ സാധ്യതയില്ല. മറ്റ് കടകളൊന്നും ഇല്ലായിരിക്കും എന്ന് ഓർത്തിട്ട് ഇവിടെ നമ്മൾ എന്തായാലും കുറച്ച് ബിസ്ക്കറ്റോ അങ്ങനെയുള്ള സാധനങ്ങൾ എന്തെങ്കിലും മേടിക്കാം. നമ്മുടെ കൂടെയുള്ള സോന് അവിടെ പോയിട്ട് അത്യാവശ്യം നമുക്ക് അവിടെ മറ്റ് ഭക്ഷണങ്ങളൊന്നും കിട്ടിയില്ലെങ്കിൽ നമുക്ക് തൽക്കാലത്തിന് പിടിച്ച് നിൽക്കാനുള്ള സാധനങ്ങളാണ്. ഇവിടെ ഈ ഒരു അമ്മച്ചി ഇരിക്കുന്നുണ്ടോ അവിടെ. എന്താ പറഞ്ഞാൽ ഇവിടെ തീരെ ഇതുപോലെ ഗ്രാമപ്രദേശമാണ്. ഇവിടെ കണ്ട് ഇത് ഈ ചാണകവരളിയാണ്. ഈ ചാണകവരളി ഇങ്ങനെ ഉണങ്ങാനായിട്ട് ഇവിടെ ഇങ്ങനെ ഭിത്തിയിൽ ഇങ്ങനെ ഒട്ടിച്ച് വെച്ചിരിക്കുന്നത് കണ്ടോ. ഇത് ഉണങ്ങി കഴിയുമ്പോഴത്തേനും ഇത് നമുക്ക് തീ കത്തിക്കാനായിട്ട് അടുപ്പിൽ നമുക്ക് ഇന്ധനമായിട്ട് നമുക്ക് വിറകിന് പകരം ഉപയോഗിക്കുന്ന സാധനമാണ്. നമുക്കിത് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്ന സംഗതിയാണ്. ഇവിടെ നമ്മളിവിടെ വണ്ടി നിർത്തിയ സ്ഥലത്തും ഇവിടെ ചെറിയൊരു ക്ഷേത്രമൊക്കെ കാണാം. അപ്പോൾ ഇതാണ് നമ്മളിനി ഇങ്ങനെ മുന്നോട്ടുള്ള നമ്മൾ ശക്തിപീഠത്തിൻ്റെ കാഴ്ചകളുടെ കൂടെ നമ്മുടെ യാത്രയിൽ ഇങ്ങനെ കാണുന്ന കാഴ്ചകളും കൂടെ നമ്മൾ ഉൾപ്പെടുത്താമെന്നാണ് ഓർക്കുന്നത്. ഇപ്പോൾ പല ആൾക്കാരും പറയുന്നത് ഇങ്ങനെ പോകുന്ന വഴിക്കുള്ള കാഴ്ചകളും കൂടെ ഒക്കെ വീഡിയോയിൽ ഉൾപ്പെടുത്തണമെന്ന് പറഞ്ഞിട്ട് പലരും ഇങ്ങനെ കമൻറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇനി മുന്നോട്ടുള്ള വീഡിയോയിലൊക്കെ ഇങ്ങനെയുള്ള, അതായത് നമ്മൾ പോകുന്ന ആ ഉൾഗ്രാമങ്ങളിലൊക്കെ കാഴ്ചകൾ
നമ്മളെല്ലായിടത്തും ഉൾപ്പെടുത്താം. ഇനി ഇപ്പം ഞാൻ ഈ ഓട്ടോക്കാരോട് ചോദിച്ചു പറഞ്ഞ ഇവിടെ നല്ല വനപ്രദേശമാണെന്നാണ് പറഞ്ഞത്. ഇവിടെ ഇങ്ങനെ കുറച്ചുകൂടി മുന്നോട്ട് വരുമ്പോൾ ഇതുപോലെ കുളമാണ്. ഇവിടെ പല സ്ഥലങ്ങളിൽ ഇതുപോലെ കുളങ്ങൾ കാണാം. ഈ കുളങ്ങളിൽ എനിക്ക് തോന്നുന്നു ഈ കുളങ്ങളിലൊക്കെ ഇവിടെ മീൻ വളരെ പ്രധാനപ്പെട്ട ഒരു കൃഷിയാണ്. ഇവിടെ മിക്കവാറും എല്ലാ സ്ഥലങ്ങളിലും മീൻ കാണാം. ഇങ്ങനെ മീൻ വളർത്തുന്ന കുളങ്ങളായിരിക്കാനായിട്ടാണ് സാധ്യതയത്. ഉണ്ട് ഇവിടെ എല്ലാം കൃഷിയുണ്ട്. ഇങ്ങേ സൈഡിലും ഒരു കുളമാണ്, ഇതുപോലെ തന്നെ ഒരു കുളമാണ് ഇങ്ങേ സൈഡിൽ കാണുന്നത്. ഒരു സാധനം വരുന്നുണ്ടോ, നമ്മുടെ നാട്ടിൽ നിന്ന് ഇത് സ്വപ്നം പോലും കാണാൻ പറ്റിയാത്ത സൈസ് സാധനമാണ്. പോത്ത് വണ്ടി, 2 പോത്തുകൾ ഉണ്ടോ, വണ്ടി പോത്ത് എന്നുള്ള വണ്ടി. അപ്പോൾ ഇതൊക്കെ ബംഗാളിലെ കാഴ്ചകൾ, നമ്മുടെ പശ്ചിമ ബംഗാളിലെ കാഴ്ചകളാണ്. പശ്ചിമ ബംഗാളിൽ നിന്നല്ല, നമ്മുടെ സംസ്ഥാനങ്ങൾ, ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ, നമ്മുടെ പല സ്ഥലങ്ങളിലും ഉൾഗ്രാമങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്കിതുപോലത്തെ കാഴ്ചകളായിരിക്കും കാണുന്നത്. അതുപോലെ അങ്ങേ സൈഡിലായിട്ട് നമുക്ക് ഇവിടെ ഒരു കോഴി ഫാമാണ് കാണുന്നത്. കോഴി ഫാം ഇതുണ്ട്, കോഴി ഫാം നമ്മുടെ നാട്ടിൽ കാണുന്ന അതേ രീതിയിലുള്ള കോഴി ഫാമുകൾ. ഇതിന് ബംഗാളികളുമെല്ലാം നമ്മുടെ നാട്ടിൽ വന്നിട്ട് നമ്മുടെ നാട്ടിലെ കോഴി ഫാമുകളൊക്കെ കണ്ടിട്ട് ഒന്ന് ഇവിടെ തുടങ്ങിയാണെന്ന് അറിയത്തില്ല. എന്താണ് കോഴി ഇതുണ്ട്, ഇവിടെ നെല്ല് ഉണക്കാനിട്ടിരിക്കുന്നത്. ഇങ്ങനെ നല്ല ഗ്രാമത്തിൻ്റെതായിട്ടുള്ള കാഴ്ചകളാണ്. ഗ്രാമം കഴിഞ്ഞിട്ട് ഇനി വനപ്രദേശത്തൊട്ടാണോ കിടക്കുന്നതെന്ന് ഇനി അറിയത്തില്ല. നമുക്ക് മുന്നോട്ട് തന്നെ നോക്കാം. ഇങ്ങനെ പല പല വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകളാണ്. നമ്മൾ ആ ഗ്രാമപ്രദേശം കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് കൂടെ ഒരു തിരക്കുള്ളൊരു സ്ഥലത്തോട്ട് പോകുന്നത്. ഇതൊരു പ്രധാന ഒരു റോഡാണെന്ന് തോന്നുന്നു. ഒരു പ്രധാന ഹൈവേയോ അങ്ങനെയുള്ള ഹൈവേ എന്നല്ലെന്ന് തോന്നുന്നു. ഇങ്ങനത്തെ ഒരു റോഡാണ്. അപ്പോൾ ഇപ്പം ഈ ആ ഗ്രാമത്തിൻ്റെ അന്തരീക്ഷം അങ്ങോട്ട് മാറി ശകലം ഒരു തിരക്കൊക്കെ ഉള്ള കവലകളും ഒക്കെ ഉള്ളൊരു സ്ഥലമാണ്. കുറച്ച് കടകളും ഒക്കെ ഉള്ളൊരു സ്ഥലമാണ്. അപ്പം പശ്ചിമ ബംഗാൾ ഇങ്ങോട്ട് വന്നപ്പോഴത്തേനും ശകലം ഒരു ചൂട് കുറഞ്ഞത് തോന്നാം. റെയിൽവേ സ്റ്റേഷൻ്റെ ഭാഗത്ത് നിന്നപ്പം നല്ല ചൂടായിരുന്നു. അതിന് കാറ്റടിച്ചിട്ടാണെന്ന് അറിയത്തില്ല. ആ മെയിൻ റോഡ് ആ പോകുന്നതാണ്. അവിടെ നിന്ന് വേറെ ഒരു ഇട റോഡിലോട്ട് കയറി നമ്മൾ വീണ്ടും ഗ്രാമപ്രദേശം കണ്ടോ, കുളം കണ്ടോ. ഇത് മീനെ വളർത്തുന്ന കുളമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. മീനെ വളർത്തുന്ന കുളം തന്നെ ആയിരിക്കും. ഇതുപോലെ പല സ്ഥലങ്ങളിലും ഇങ്ങനെ കാണാം കുളം. നമുക്ക് ബംഗാൾ ഒത്തിരി സ്ഥലത്ത് നമ്മൾ കണ്ടായിരുന്നു. ഇത് കണ്ടോ, ഇത് നെല്ലാണ്, നെൽകൃഷി നടക്കുന്ന സ്ഥലമാണ്. എനിക്കൊന്ന് കൊയ്യാറായി കൊയ്ത് കഴിഞ്ഞതാണ്. ആ ഭാഗം ചില ഭാഗങ്ങൾ കൊയ്ത് കഴിഞ്ഞിട്ടുള്ള ഭാഗങ്ങൾ കാണാം. ഇങ്ങോട്ട് ഇത് കണ്ടോ, കുറച്ചുകൂടി ഇങ്ങോട്ട് കഴിഞ്ഞപ്പം വേറെ ഒരു കുളം കണ്ടോ. ഇങ്ങനെ ഇതെല്ലാം കൃത്രിമമായിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന കുളങ്ങൾ തന്നെ ആയിരിക്കാനാണ് സാധ്യത. വീണ്ടും നമ്മൾ നല്ല തീർത്ത ഗ്രാമപ്രദേശത്തോട്ട്, നല്ല ഗ്രാമപ്രദേശത്തോട്ട് ഇതിൻ്റെ ഒരു അമ്മൂമ്മ ഇരിക്കുന്നുണ്ടോ അവിടെ. അങ്ങനെ കച്ചിയ ആൾക്കാർ, ഗ്രാമത്തിലെ ജനങ്ങൾ, ഇവർക്കൊന്നും വെളിലോകമായിട്ടൊന്നും വലിയ ടച്ചുള്ള ആൾക്കാരൊന്നും അല്ല ഇവിടുത്തെ പഴയ ആൾക്കാരൊക്കെ. പിന്നെ ഇവിടെയൊക്കെ ഈ നെല്ലൊക്കെ ഉണങ്ങാനായിട്ട് റോഡിൽ ഇട്ടേക്കുന്നതാണ്. റോഡിലിട്ടിട്ട് കണ്ടോ, റോഡിൽ നിന്ന് തൂത്തുവാരി എടുക്കുന്നതാണെന്ന് തോന്നുന്നു. ഉണങ്ങാൻ വെയിലുള്ളപ്പോൾ ഇവരെ ഈ നെല്ല് റോഡിൽ കണ്ടോ, ഇതുകൊണ്ടോ ഇവിടെ നമുക്ക് മുന്നോട്ട് വരുമ്പോൾ കാണാം. ഇവിടെ റോഡിലെല്ലാം ഈ നെല്ലാണ് ഇട്ടിരിക്കുന്നത്. ഇത് ഉണങ്ങാനായിട്ട് ഇവിടെ ഇട്ടിരിക്കുന്നതാണ്. ഇവിടെ കുറച്ച് പുറകിലായിട്ട് ഒരു ബോർഡ് ഉണ്ടായിരുന്നു, അട്ടഹാസ്യ ശക്തിപീഠം എന്ന് പറഞ്ഞൊരു ബോർഡ് കുറച്ച് പുറകിലായിട്ട് കണ്ടായിരുന്നു. ഇത് കണ്ടോ, ഗ്രാമത്തിൻ്റെ കാഴ്ചകൾ നമ്മൾ കട്ട് ചെയ്യാതെ ഗ്രാമത്തിൻ്റെ കാഴ്ചകൾ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ വീടുകൾ കണ്ടോ, മണ്ണ് കൊണ്ട് മറച്ചു വെച്ചിരിക്കുന്ന വീടുകൾ കണ്ടോ. ഇത് കണ്ടോ, വീടുകൾ കണ്ടോ, ഈ മണ്ണ് കൊണ്ടുള്ള വീടുകൾ, മണ്ണ് കൊണ്ടുണ്ടാക്കിയിരിക്കുന്നതാണ് വീടുകളൊക്കെ. ഇത് കണ്ടോ, ഇതുപോലെ ഗ്രാമപ്രദേശങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിക്കും പറഞ്ഞാൽ ബംഗാളിലൂടെയും നേപ്പാളിലൂടെയൊക്കെ വന്നിട്ട് ഇത്രയും ഒരു ബീഹാറിലൂടെയൊക്കെ യാത്ര ചെയ്തിട്ട് ഇതുപോലൊരു ഗ്രാമ അന്തരീക്ഷത്തിലൂടെ നമ്മൾ ഇതുവരെ യാത്ര ചെയ്തിട്ടില്ലെന്നാണ് തോന്നുന്നത്. കണ്ടോ, വീണ്ടും കുളം കണ്ടോ. ഇത് മീൻകുളമാണ്. നമ്മൾ ഈ ഓട്ടോക്കാരോടും ചോദിച്ചു, നമ്മളിങ്ങനെ ചോദിക്കുന്നതായിട്ടുണ്ട്. വേറൊരാൾ വെളിയിൽ നിന്നിട്ട് ഒരാൾ പറഞ്ഞത് ഇങ്ങനെ കാണുന്നത് ഇത് ഇതാണെന്ന്, നമ്മുടെ മീനിനെ വളർത്തുന്ന കുളമാണ്. നമ്മുടെ ക്ഷേത്രത്തിനോട് അടുക്കാറായെന്ന് തോന്നുന്നു. 6.5 കിലോമീറ്റർ എന്നാണ് പറഞ്ഞത്. റെയിൽവേ സ്റ്റേഷനോട് ഏകദേശം നമ്മൾ 5 കിലോമീറ്ററിൽ കൂടുതൽ നമ്മൾ ഇപ്പോൾ യാത്ര ചെയ്തു. ഇതുണ്ടോ, വീടുകൾ ഉണ്ടോ, അവിടുത്തെ വീടുകൾ, ചെറിയ ചെറിയ വീടുകൾ. നമ്മൾ ഗ്രാമപ്രദേശത്തോട് തന്നെയാണ് പോകുന്നത്. ചില സ്ഥലത്ത് മാത്രം 1-2 കടകളൊക്കെ ഉള്ള ചില സ്ഥലങ്ങൾ കാണാമെന്നുള്ളതല്ലാതെ ഇവിടെ ചില വീടുകളൊക്കെ ചില വലിയ വീടുകളൊക്കെയാണ്. ഇതൊക്കെ മിക്കവാറും ഇവിടുത്തെ ജന്മിമാരുടെയൊക്കെ വീടുകളായിരിക്കും. ഇത് കണ്ടോ, ഗ്രാമം എന്ന് പറഞ്ഞാൽ തീർത്ത് ഗ്രാമപ്രദേശമാണ് ഇവിടെ. വേണ്ട വേറെ ഒരു പോത്തുവണ്ടി, വീണ്ടും കുളം. അങ്ങോട്ട് നോക്കി അങ്ങ് ദൂരെ, കുറച്ച് ദൂരെയായിട്ട് കണ്ടോ ഒരു വീട് കണ്ടോ, മണ്ണ് കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന വീട്. അട്ടഹാസ ശക്തിപീഠ ക്ഷേത്രത്തിനോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയും നമുക്ക് ശിവഭഗവാൻ ഇങ്ങനെ സതീദേവി എടുത്തുകൊണ്ട് നിൽക്കുന്ന ഒരു നല്ല സുന്ദരമായിട്ടുള്ള ഒരു പ്രതിമ നമുക്ക് ദൂരെ നമുക്ക് കാണാം. നമ്മൾ ഇത്രയും വലിയ പ്രതിമ, ഇങ്ങനത്തെ ഒരു പ്രതിമ നമ്മൾ ഒരിടത്തും കണ്ടിട്ടില്ല. ഇതുപോലെ സതീദേവിയെ തോളിലെടുത്ത് പരമശിവൻ ഇട്ടിരിക്കുന്ന ഒരു
പ്രതിമയാണ് നമ്മൾ കാണാൻ. അതിൻ്റെ മുന്നിലാണ് വന്ന് നമ്മൾ നിന്നിരിക്കുന്നത്. ഇങ്ങനെ ഈ സതീദേവിയെ എടുത്തുകൊണ്ട് സംഹാരതാണ്ഡവം ആടിക്കൊണ്ടിരുന്ന പരമശിവനെ ശാന്തനാക്കാൻ വേണ്ടിയിട്ട് ഈ സതീദേവിയുടെ ശരീരഭാഗങ്ങൾ വിഷ്ണു ഭഗവാന് 51 കഷ്ണങ്ങളായിട്ട് അദ്ദേഹത്തിൻ്റെ സുദർശനം വെച്ചിട്ട് ഖണ്ഡിച്ച് കളഞ്ഞു. അങ്ങനെ ഈ സതീദേവിയുടെ ഓരോരോ ഭാഗങ്ങൾ ഭാരതത്തിൻ്റെ ഓരോരോ സ്ഥലങ്ങളിൽ വീണു. അതാണ് ശക്തിപീഠങ്ങൾ എന്നറിയപ്പെടുന്നത്. നമ്മളിപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്നത് സതീദേവിയുടെ ചുണ്ട് പതിച്ച സ്ഥലത്താണ് നമ്മൾ എത്തിയിരിക്കുന്നത്. അതുകൊണ്ടാണിത് അട്ടഹാസ ശക്തിപീഠം എന്നറിയപ്പെടുന്നത്. ഈ അട്ടഹാസ ശക്തിപീഠത്തിലെ ദേവി അറിയപ്പെടുന്നത് ഭുല്ലാര ദേവി എന്നാണ് അറിയപ്പെടുന്നത്. നമ്മളിപ്പം വന്നതും ഒരു ഭുല്ലാര ക്ഷേത്രത്തിൽ നിന്നാണ്. ഇവിടെ തന്നെ ഇങ്ങനെ 2 സ്ഥലങ്ങൾ ഒരേ സതീദേവിയുടെ ഒരേ ശരീരഭാഗം വീണ് 2 സ്ഥലങ്ങൾ ഇവിടെയുണ്ട്. ഈ ശക്തിപീഠങ്ങൾ രണ്ടും അറിയപ്പെടുന്നത് അട്ടഹാസാനാണ്. ഇവിടുത്തെ ദേവി അറിയപ്പെടുന്നത് ഭുല്ലാരാനാണ്. നമ്മൾ അങ്ങനെ അട്ടഹാസ ശക്തിപീഠ ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കയറുകയാണ്. ഇതിനകത്തോട്ട് കയറിയപ്പോൾ തന്നെ വളരെ തണുത്ത ഒരു അന്തരീക്ഷമാണ്. ഇവിടെ ചുറ്റും ഇങ്ങനെ മാവിൻ്റെ മരങ്ങളാണ്, മാന്തോട്ടമാണ് ഇവിടെ എല്ലാം കാണുന്നത്. നല്ല കാറ്റും ഇതൊക്കെ ആയിട്ട് നമ്മൾ ആ ചൂടത്തിന് ഇങ്ങോട്ട് കയറിയപ്പോൾ തന്നെ നല്ല ഒരു ആശ്വാസമുണ്ട് നമുക്ക്. വലിയൊരു ആൽമരമാണ് കാണുന്നത്, ഒരു അരയാൽമരമാണ് ഇവിടെ കാണുന്നത്. അതാണ് നമ്മൾ കുറച്ചിങ്ങോട്ട് മുന്നോട്ട് വരുമ്പോഴത്തേനും ഇതുപോലെ ഒരു ഗോപുരമാണ് കാണുന്നത് ക്ഷേത്രത്തിലോട്ട് കയറാനായിട്ടുള്ളത്. കുറച്ചും കൂടെ വലിയ ക്ഷേത്രമാണെന്ന് തോന്നുന്നു. ചെറിയൊരു ഗ്രാമമാണെങ്കിലും നല്ല ഒരു അന്തരീക്ഷമുള്ളൊരു ക്ഷേത്രം, നല്ലൊരു ഫീലിംഗ് ഉള്ള ഒരു ക്ഷേത്രമാണ് അട്ടഹാസ ശക്തിപീഠം. ഇതാണ് ശരിക്കും അട്ടഹാസ ശക്തിപീഠം എന്നറിയപ്പെടുന്നത്. അട്ടഹാസ ശക്തിപീഠത്തിലെ ദേവി ഭുല്ലാര ദേവി എന്നാണ് അറിയപ്പെടുന്നത്. ഇവിടെ സതീദേവിയുടെ അധരഭാഗം തന്നെയാണ് ഇവിടെയും പതിച്ചിരിക്കുന്നത്. 2 ക്ഷേത്രങ്ങളുണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതും അതേ ക്ഷേത്രം തന്നെയാണ്. കഴിഞ്ഞ ദിവസം കണ്ടതും ഈ ഭുല്ലാര ക്ഷേത്രം തന്നെയാണ്. ഭുല്ലാര അതായത് ദേവിയുടെ ചുണ്ട് പതിച്ച ക്ഷേത്രം തന്നെയാണ് നമ്മൾ കണ്ടത്. ഇങ്ങനെ 2 ക്ഷേത്രങ്ങൾ ഇവിടെ അടുത്തടുത്തായിട്ട് ഏകദേശം ഒരു 10-30 കിലോമീറ്റർ ചുറ്റളവിലായിട്ട് ഒരേ ശക്തിപീഠങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതൊക്കെ എന്തെങ്കിലും പൗരാണിക കാലത്തുള്ള എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടായിരിക്കും ഇങ്ങനെ ഒരേ പേരിൽ തന്നെ 2 ശക്തിപീഠങ്ങൾ ഉണ്ടായത്. ക്ഷേത്രത്തിൻ്റെ മുന്നിലായിട്ട് ഇതുപോലെ ഒരു മണ്ഡപം കാണാം. ഇത് നല്ല ഭംഗിയായിട്ട് പണിയിച്ചിരിക്കുന്ന മണ്ഡപമാണ്. ഇവിടെ ഇങ്ങനെ പല രീതിയിലുള്ള പുരാണ പ്രാധാന്യമുള്ള പല സംഗതികളും ഇവിടെ കുത്തിവെച്ചിരിക്കുന്നത് കാണാം. ഇവിടെ ഒരു ആശ്രമമോ എന്തൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്. ഇതിങ്ങനെ കച്ചി കൊണ്ടൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു ഹോമകുണ്ടവും സംഗതിയൊക്കെയാണ് കാണുന്നത്. ക്ഷേത്രം കുറച്ച് മുന്നിലായിട്ടാണ്. ക്ഷേത്രം ഇവിടെ എനിക്ക് തോന്നുന്നു ക്ഷേത്രത്തിൻ്റെ പുനർനിർമ്മാണമൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നത് കാണാം. നമുക്ക് ക്ഷേത്രം എന്താണെങ്കിലും ഇപ്പോൾ അടച്ചിട്ടിരിക്കുകയാണ്. ഇവിടെ നമ്മളിങ്ങോട്ട് വന്നപ്പോൾ നമ്മുടെ കൂടെ ഒരാൾ വന്നിട്ട് ഇവിടെ താമസിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്, ആശ്രമം ഉണ്ടെന്നൊക്കെ പറഞ്ഞ് വന്നതാണ്. നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് ചോദിച്ച് നോക്കാം എന്താണ് സംഭവം എന്ന്. ഇപ്പം നമുക്കിവിടെ ഒരു ആശ്രമമുണ്ട്. ഈ ആശ്രമത്തിൽ നിന്ന് നമുക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു ഇവിടുത്തെ. ഇപ്പോൾ ഇവിടെ താമസിക്കാനുള്ള സൗകര്യമൊന്നും ഇല്ല. നമ്മളെന്താണെങ്കിലും ഇവിടെ ഇപ്പം ക്ഷേത്രത്തിൽ ദർശനത്തിനായിട്ട് അകത്തോട്ട് കയറുവാണ്. നമ്മളിപ്പോഴുള്ളത് അട്ടഹാസ ക്ഷേത്രത്തിൻ്റെ ഉള്ളിലാണുള്ളത്. അട്ടഹാസ ക്ഷേത്രത്തിൽ ദേവിയുടെ ചുണ്ട് പതിച്ച സ്ഥലമാണ്. ഇവിടെ ദേവിയുടെ ചുണ്ടിൻ്റെ ഒരു പടമുണ്ട്. അതുപോലെ തന്നെ ശിവഭഗവാൻ സതീദേവി എടുത്തുകൊണ്ട് നിൽക്കുന്ന ഒരു പടവുമുണ്ട്. ഇവിടെ നമുക്ക് ഇതുപോലെ അലങ്കാരങ്ങളൊക്കെ ചെയ്യുന്നത് ഇവിടെയാണ്. ഇവിടുത്തെ ഒരു പൂജാരിയും ഇവിടെ അടുത്ത് നിൽപ്പുണ്ട്. അപ്പം നമ്മളങ്ങനെ അട്ടഹാസ ശക്തിപീഠത്തിലും നമ്മൾ ദർശനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ നമ്മുടെ ഒരു ഭാഗ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വീഡിയോ എടുക്കുന്നതിനും ഫോട്ടോ എടുക്കുന്നതിനൊന്നും ഒരു തടസ്സവുമില്ല. ഇവർ നമ്മളെ അകത്ത് വീഡിയോ എടുക്കാൻ, അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ എല്ലാവരെയും ഇതൊക്കെ നമുക്ക് കാണിക്കാനായിട്ടും പറ്റുന്നുണ്ട്. പ്രസാദമൊക്കെ ഇവിടെ ദേവിയുടെ അടുത്തുനിന്ന് തന്നെ എടുത്ത് തരുവാണ്. അപ്പോൾ ഇതുപോലെ ഇവിടെ വേറെ ഒരു ശിവക്ഷേത്രം കാണാം. ചെറിയൊരു ശിവക്ഷേത്രമല്ല, ശിവൻ്റെ ചെറിയ ഒരു ശിവലിംഗം ഇവിടെ കാണാം. ഇത് ചന്ദ്രശേഖർ മഹാദേവ് എന്നാണ് ഈ ശിവൻ അറിയപ്പെടുന്നത്. അപ്പോൾ ഇതാണ് വളരെ ചെറിയൊരു ക്ഷേത്രമാണ്. അങ്ങനെ നമ്മൾ ക്ഷേത്രത്തിൻ്റെ വെളിയിലിറങ്ങി, അതായത് അട്ടഹാസ ശക്തിപീഠത്തിലെ ഭുല്ലാര ദേവിയുടെ ദർശനം കഴിഞ്ഞിട്ട് നമ്മൾ ഇറങ്ങിയിരിക്കുകയാണ്. ഈ അട്ടഹാസ ഭുല്ലാര എന്ന് പറയുന്ന 2 പേരുകൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകും. ദേവിയുടെ ചുണ്ടുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. പുഞ്ചിരിക്കുന്നതും അട്ടഹസിക്കുന്നതും ആയിട്ട് ബന്ധപ്പെട്ട ഒരിതാണ് ചുണ്ട്. അതുകൊണ്ടാണ് ഈ ക്ഷേത്രത്തിന് ആ പേരുകൾ വരുന്നത്. ഇവിടെ നമുക്ക് വിശ്വേശ ഭൈരവൻ എന്നാണ് ഇവിടുത്തെ ഭൈരവൻ്റെ പേര്. നമുക്കറിയാം 51 ശക്തിപീഠങ്ങളിലും ഇങ്ങനെ ഓരോ ഭൈരവന്മാരുണ്ട്. ഇവിടുത്തെ ശക്തിപീഠത്തെ സംരക്ഷിക്കുന്നത് ഈ ഭൈരവന്മാരാണ്. നമ്മൾ ഇവിടെ മറ്റേ ഭുല്ലാര ക്ഷേത്രത്തിലും ഇതുപോലെ തന്നെയുള്ള ഭൈരവനെ കണ്ടായിരുന്നു. ഭൈരവൻ്റെ പേര് വിശ്വേശ ഭൈരവൻ എന്നാണ്. അതായത് വിശ്വേശ്വരൻ എന്നുള്ള അർത്ഥത്തിൽ വിശ്വേശ ഭൈരവൻ എന്നാണ് ഭൈരവൻ്റെ പേര്. അതുപോലെ ഇവിടെ നമുക്ക് മറ്റ് ക്ഷേത്രങ്ങളൊന്നും കാണാത്ത ഒരു സംഭവമാണ്. ഇതുപോലെ ഇങ്ങനെ കച്ചി കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു കുടിൽ പോലത്തെ ഒരു സംഭവമാണ് ഇവിടെ കാണുന്നത്. ഈ ക്ഷേത്രം കണ്ടോ, ഇത് വളരെ വലുപ്പത്തിൽ ഈ ക്ഷേത്രം
പണിതുകൊണ്ടിരിക്കുകയാണ് അട്ടഹാസ ശക്തിപീഠം. നമ്മളിപ്പം നിലവിൽ ഇത്രയും ചെറിയ ഈ കാണുന്ന ഒരു ഭാഗത്ത് മാത്രമേ ഉള്ളൂ ഈ ക്ഷേത്രത്തിൻ്റെ ഭാഗങ്ങൾ കണ്ടോ. വലുതായിട്ട് ഇങ്ങനെ ക്ഷേത്രം പണിതുകൊണ്ടിരിക്കുകയാണ് ഈ ഗ്രാമപ്രദേശത്തുള്ള ഈ ക്ഷേത്രം. അപ്പോൾ ഇവിടെ എന്താണ് ഇവിടുത്തെ ആൾക്കാരൊക്കെ വളരെ സഹകരണമാണ്. നമ്മൾ വന്ന ഉടനെ തന്നെ ഇവിടെ ഒരു സ്വാമി, ആ സ്വാമിയെ നമ്മൾ കാണിക്കുക. ഇവിടെ ഒരു ആശ്രമമുണ്ട്, ആ ആശ്രമത്തിൽ ഒരു സ്വാമി നമുക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. അതുപോലെ നമുക്കിവിടെ നമ്മൾ ഒരു ദിവസം താമസിക്കാനായിട്ട് താല്പര്യമുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു വേണേൽ താമസിക്കാം, പക്ഷേ അതിനുള്ളൊരു സൗകര്യം ഇവിടെ ഇല്ലെന്നാണ് തോന്നുന്നത്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഇവിടെ കണ്ടോ, ഇവിടെ ഇങ്ങനെ ഇതെന്തോ ഒരു ഹോമകുണ്ടമൊക്കെയാണ് ഇവിടെ കണ്ടോ. ഇവിടെ എല്ലാം ഇവിടെ ഉള്ളവർക്ക്, ഈ ബംഗാളിലുള്ള ആൾക്കാർക്ക് ഈ ശക്തിപീഠം വളരെ പ്രാധാന്യത്തിൽ ഇവർ കാണുന്ന ഒരു സംഗതിയാണ്. അതുകൊണ്ടാണ് ഇവിടെ എല്ലാം നമുക്ക് ഇതുപോലെ നമ്മൾ പല ക്ഷേത്രങ്ങളിൽ ഇതുപോലെ ഈ സതി ദക്ഷയാഗത്തിൻ്റെ സന്ദർഭത്തിൽ ഇങ്ങനെ സതീദേവി എടുത്തുകൊണ്ട് നിൽക്കുന്ന ശിവഭഗവാന്റെ പടങ്ങൾ നമുക്ക് പല സ്ഥലങ്ങളിലും നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെ ഇതാണ് നാട്യമണ്ഡപം, നമ്മൾ ക്ഷേത്രത്തിൻ്റെ നാട്യമണ്ഡപമാണിത്. ഇവിടെ ഞാൻ പറയാൻ വിട്ടുപോയ ഒരു സംഗതി, നമ്മുടെ നാട്ടിൽ വളരെ സുലഭമായിട്ട് കാണുന്ന ഒരു സംഗതി ഇവിടെ കാണാം. നാട്ടിൽ ഇതുണ്ട് ചക്ക, ഇത് നാടൻ പ്ലാവ് തന്നെയാണെന്നാണ് തോന്നുന്നു. ഇവിടെ ഇങ്ങനെ ഇതുപോലെ നല്ലൊരു സ്ഥലമാണ്. ഇവിടെ വേണേൽ ഇവിടെ എന്തെങ്കിലും ഒരു താമസിക്കാനുള്ള ഒരു സൗകര്യം വല്ലതും കിട്ടുകയാണെങ്കിൽ നമുക്ക് നിൽക്കാനായിട്ടുള്ള നല്ല ഒരു സ്ഥലമാണ്. നമുക്ക് ഈ ക്ഷേത്രത്തിൻ്റെ അവിടെ നിന്ന് മുന്നോട്ട് വരുമ്പോൾ ഇങ്ങനെ ഇങ്ങോട്ടൊരു വഴിയുണ്ട്. ഇവിടെ ഇങ്ങനെ പഞ്ചമുണ്ടി ആസൻ എന്ന് പറഞ്ഞുകൊണ്ടൊരു സ്ഥലമുണ്ടെന്നാണ് പറഞ്ഞത്. പഞ്ചമുണ്ടി ആസൻ എന്ന് പറഞ്ഞുകൊണ്ടൊരു ക്ഷേത്രം ഉണ്ടെന്നാണ് പറഞ്ഞത്. ഇവിടെയാണ് ഈ വലത് സൈഡിലായിട്ട് ഇങ്ങനെ കുളം കാണുന്നുണ്ട്. ക്ഷേത്രത്തിൻ്റെ കുളമാണ്. ഇതിന് പ്രത്യേകിച്ച് പേരൊന്നുമില്ല. എന്താണ് പേരെന്ന് ചോദിച്ചപ്പോൾ ഇത് വല്ല പ്രത്യേകിച്ച് പേരൊന്നുമില്ലെന്നാണ് പറഞ്ഞത്. ക്ഷേത്രത്തിൻ്റെ തന്നെ കുളമാണെന്ന് തോന്നുന്നു. ഇവിടെ ഇങ്ങനെ മീനൊക്കെ ഉണ്ടെന്നാണ് തോന്നുന്നത്. അപ്പോൾ ഇത് കണ്ട് നല്ല ഒരു ശാന്തമായിട്ടുള്ള ഒരു അന്തരീക്ഷം ഉള്ളൊരു സ്ഥലമാണ്. അതുകൊണ്ട് ആൾക്കാർ ഈ കുളത്തിനൊക്കെ വലം വെക്കുന്നത് കാണാം. ഇതുണ്ട് ശരിക്കും പറഞ്ഞാൽ വനമാണ്. ഇപ്പം നമ്മൾ ആ സ്വാമി നമ്മളോട് പറഞ്ഞ്, നമ്മൾ ആദ്യം കണ്ട ആ സ്വാമി നമ്മളോട് പറഞ്ഞ് ഇവിടെയൊക്കെ നേരത്തെ ഒരു 10-20 വർഷം മുമ്പ് ഇവിടെയൊക്കെ ഭയങ്കര വനമായിരുന്നാണ് പറഞ്ഞത്. 10-20 വർഷം ആയതേ ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ ഈ ക്ഷേത്രം ഇവിടെ ഇത്രയും വലുതായിട്ട് വന്നിട്ട്. അപ്പോൾ ഇതാണ് നമ്മളിവിടെയുള്ള പഞ്ചമുണ്ടി ആസനം എന്ന് പറയുന്ന ഒരു ആശ്രമമോ ഒരു ക്ഷേത്രമോ എന്തോ ആണ്. അങ്ങോട്ടാണ് നമ്മൾ പോകുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതുവരെ ഈ പഞ്ചമുണ്ടി എന്ന് പറയുന്ന സംഭവം ഈ താന്ത്രിക ആരാധനയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഒരു സംഗതിയാണ്. ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ട് പറയാൻ അറിയത്തില്ലാത്തതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. ഇനി നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ ഈ പഞ്ചമുണ്ടി എന്നാണ് വിശദമായിട്ട് പറയാം. ഇതുകൊണ്ട് ശരിക്കും നമ്മുടെയൊക്കെ നാട്ടിൽ കാണുന്ന കാവ് പോലെയുള്ള സംഗതികൾ, എന്ത് ശാന്തമായിട്ടുള്ള അന്തരീക്ഷമാണ് കൊണ്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എ സിക്കകത്തോട്ട് വരുന്നൊരു ഫീലിംഗാണ് ഇവിടെ ഉള്ളത്. ഇത് ശരിക്കും വനമാണ്. വനപ്രദേശത്തെ രീതിയിലുള്ള മരങ്ങളും ഒക്കെയാണ് കാണുന്നത് ഇവിടെ. ഇവിടെയൊക്കെ വളരെ ആരാധന പ്രാധാന്യമുള്ള സ്ഥലങ്ങളാണ്. ഇതൊന്നും നമുക്ക് ആരോടെങ്കിലും ചോദിക്കണം, ഇത് തന്നെയാണോ ഈ പഞ്ചമുണ്ടി ആശ്രമം എന്ന് പറയുന്നത്. കണ്ടോ പുറകിലൊക്കെ കിളികളും ചെറിയ അണ്ണാമാരും ഒക്കെ ഇരിക്കുന്നത് കാണാം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ശക്തിപീഠത്തിലും ചെല്ലുമ്പോഴത്തേക്കും നമുക്ക് ഓരോരോ അനുഭവങ്ങളും അനുഭൂതികളും ഒക്കെയാണ് ഉണ്ടാകുന്നത്. ഓരോ സ്ഥലം ഇത്രയും ഒരു ഗ്രാമത്തിൽ, ഇത്രയും ഒരു വനപ്രദേശത്ത് നമ്മൾ ഇതുവരെ ഒരു ശക്തിപീഠത്തിൽ ഇതുവരെ നമ്മൾ വന്നിട്ടില്ല. അപ്പം നമുക്ക് നോക്കാം മുന്നോട്ട് എന്നാ കാഴ്ചയുള്ളതെന്ന്. ഇത് എനിക്കറിയത്തില്ല, ഞാൻ വേറെ ആളോട് ചോദിച്ചതാണ്. ഇത് തന്നെയാണ് ഈ പഞ്ചമുണ്ടി ആസൻ എന്ന് പറയുന്നത്. പഞ്ചമുണ്ടി ആസനം എന്നാണ് പറയുന്നത്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 5 ജീവികളുടെ തലയോട്ടി കൊണ്ടുണ്ടാക്കിയ ഒരു ആസനമാണ്. എനിക്ക് വ്യക്തമായിട്ട് അറിയത്തില്ലാത്തത് കൊണ്ടാണ് ഞാനത് പറയുന്നത്. അത് ഈ താന്ത്രിക ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തോ ഒരു സംഗതിയാണ്. ഞാനത് വായിച്ചിട്ടുണ്ട്, എവിടെയോ വായിച്ചിട്ടുണ്ട്. ഞാനത് കറക്റ്റായിട്ട് ഓർക്കുന്നില്ല. അടുത്ത ക്ഷേത്രത്തിൽ വരുന്നതിന് മുമ്പ് ഞാൻ ഉറപ്പായിട്ട് ഈ പഞ്ചമുണ്ടി ആസനത്തിനെ കുറിച്ചിട്ട് ഞാൻ പറയാം എന്താണെന്ന്. അപ്പോൾ ഇതാണ് പഞ്ചമുണ്ടി ആസനം എന്ന് പറയുന്നത്. ഇവിടെ ഇങ്ങനെ ഒരു തൃശൂലം, ഒരു 4 തൃശൂലമൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇത് ഈ സാധനയുമായിട്ട് ബന്ധപ്പെട്ട് പൂജയുമായിട്ട് താന്ത്രിക പൂജകളുമായിട്ട് ബന്ധപ്പെട്ട ഒരു ആസനമാണ് ഈ പഞ്ചമുണ്ടി ആസനം എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് വേറെ ഈ പഞ്ചമുണ്ടി ആസനമൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വരുമ്പോഴത്തേനും ഇവിടെ വേറെ ഒരു ക്ഷേത്രമാണ് കാണുന്നത്. ഇവിടെ ഒരു കാളിക്ഷേത്രം തന്നെയാണ് കാണുന്നത്. കാളിക്ഷേത്രത്തിൻ്റെ പേരൊക്കെ കാര്യം ഞാൻ ഒരാളോട് ചോദിച്ച് മനസ്സിലാക്കിയിരുന്നു. ഇപ്പം ഞാൻ മറന്നു. ഈ മന്ദിർ കാ നാം ക്യാ ഹൈ? രത്വന്തി കാളി മന്ദിർ. ഈ കാളിക്ഷേത്രം, ഇതൊരു കാളിക്ഷേത്രമാണ്, ഭദ്രകാളി ക്ഷേത്രമാണ്. ഈ ക്ഷേത്രത്തിൻ്റെ പേര് രത്വന്തി കാളി ക്ഷേത്രം എന്നാണ്. അതും ഞാൻ ചിലപ്പം പറയുന്നതൊക്കെ ചിലപ്പോൾ തെറ്റായിരിക്കും, ഉച്ചരിക്കുന്നതൊക്കെ തെറ്റായിരിക്കും. രത്വന്തി കാളിമ ക്ഷേത്രമാണിത്. ഇവിടെ എനിക്ക് ഏറ്റവും എന്നെ ആകർഷിച്ച ഒരു സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇരിക്കുന്നത് നമ്മുടെ ശ്രീരാമകൃഷ്ണ പരമഹംസനും ശാരദാദേവിയും ഇവിടെ ഇരിക്കുന്നതാണ്. എന്താണല്ലോ ഈ ക്ഷേത്രം ഇവിടെ അടച്ചിട്ടിരിക്കുകയാണ്. നമ്മൾ ദേവിയോട് പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ ഇത് തുറക്കുവാണ്. എന്തായാലും ഇവിടം വരെ വന്നിട്ട് ദേവിയുടെ ദർശനം ചെയ്യാതെ പോകരുതെന്ന് മനസ്സ് പറയുകയാണ്. ദേവി തുറന്നത് തെറ്റാണെങ്കിൽ ക്ഷമിക്കണം. ഇതാണ് നമ്മുടെ രത്തന്തി കാളിമാതാവാണ്. ഈ ക്ഷേത്രം പുനർനിർമ്മിച്ചത്
2006 ഈ ക്ഷേത്രം പുനർനിർമ്മിച്ചത്. നമ്മളവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അത് ബംഗാളി ഭാഷയിൽ എഴുതി വെച്ചിരിക്കുന്നത് നമ്മൾ ഗൂഗിൾ ട്രാൻസ്ലേറ്റ് വെച്ച് നോക്കിയതാണ്. അപ്പോൾ അതാണ് രതന്തി മാതാക്ഷേത്രമാണ്. നമ്മൾ മലയാളികളൊക്കെ കാണുന്നവർക്ക് ചിലപ്പം ഇഷ്ടപ്പെടുകയില്ല ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിൽ മറച്ച് ഇട്ടിരിക്കുന്ന അടച്ചിട്ടിരിക്കുന്ന ഇതൊക്കെ തുറക്കുന്നത്. എന്താണെങ്കിലും ദേവി നമ്മളോട് ക്ഷമിക്കും. നമ്മൾ ഇത്രയും ദൂരം നമ്മൾ കന്യാകുമാരിയിൽ നിന്ന് തുടങ്ങി ശക്തിയുടെ യാത്ര തുടങ്ങി നമ്മളിങ്ങനെ വന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ തെറ്റുകളൊക്കെ ദേവി ക്ഷമിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അട്ടഹാസ ശക്തിപീഠത്തിൻ്റെ ചുറ്റുവട്ടത്തെ കാഴ്ചകളാണ് കാണുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പുല്ലാരാദേവി ക്ഷേത്രത്തിൽ കണ്ടതിലും കൂടുതൽ കാഴ്ചകൾ നമുക്കിവിടെ കാണാനായിട്ടുണ്ട്. ക്ഷേത്രവും ക്ഷേത്രത്തിൻ്റെ ചുറ്റുവട്ടത്തും വളരെ സുന്ദരമായിട്ടുള്ള കാഴ്ചകളാണ്. ഇവിടെ പ്രകൃതി ഭംഗിയാണ് ഏറ്റവും ഇതായിട്ട്. പ്രകൃതി ഭംഗിയാണ്. ഇവിടെ ആൾക്കാർക്ക് നടക്കാനായിട്ടൊക്കെയുള്ള നടപ്പാതകളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ ഒരു സൈഡിലായിട്ട് വല സൈഡിലായിട്ടൊരു കുളമാണ് കാണുന്നത്. ഇവിടെ ഇങ്ങനെ മരങ്ങളാണ്, ചുറ്റും മരങ്ങളാണ്, വനമാണ്, ശരിക്കും വനമാണ്. അങ്ങനെ നമ്മൾ മുന്നോട്ടിനി ഇതുപോലെ ഈ നടപ്പാത വഴി നടന്ന് നമുക്കിങ്ങനെ പ്രകൃതിയുടെ കാഴ്ചകളൊക്കെ കണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. ഒരിക്കലും പ്രതീക്ഷിക്കാതെ അട്ടഹാസ ശക്തിപീഠമെന്ന് കേട്ടപ്പോൾ നമ്മളോർത്ത് ഒരു ഗ്രാമമാണ്, ഒരു കുഗ്രാമമാണെന്നൊക്കെയുള്ള ഐഡിയകളായിരുന്നു മനസ്സിൽ. പക്ഷെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഗ്രാമപ്രദേശമാണ്, പക്ഷെങ്കിൽ ഇതുപോലെ സുന്ദരമായിട്ടുള്ളൊരു വനമാണെന്നുള്ള കാര്യം നമുക്ക് അറിയത്തില്ലായിരുന്നു. ഇങ്ങോട്ട് നോക്കി വാവൽ കിടക്കുന്നുണ്ടോ? വാവലാണ് ഇവിടെ. മരത്തിൻ്റെ എല്ലാം മുകളിൽ വാവൽ, വളരെ വലുപ്പത്തിലുള്ള വാവൽ. നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന പോലത്തെ ചെറിയ വാവലൊന്നുമല്ല, വളരെ വലുപ്പത്തിലുള്ള വാവലാണ് കാണുന്നത്. നമ്മളിങ്ങനെ മുന്നോട്ട് നമുക്ക് നടക്കാം എന്തെങ്കിലുമൊക്കെ. ഇത് വളരെ ഇവിടെ നല്ല ഇവിടുത്തെ വായു ശ്വസിക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു പോസിറ്റീവ് ഫീലിംഗ് നമുക്ക് തോന്നുന്നുണ്ട്. വളരെ വലിയ മരങ്ങൾ കാണാം. അങ്ങോട്ട് നോക്കി ഇത് കിടക്കുന്നത് വാവൽ കിടക്കുന്നത് കണ്ടോ? വാവൽ കിടക്കുന്ന മരത്തേൽ ഏതാണ്ട് കിടക്കുന്ന പോലാണ് വാവൽ കിടക്കുന്നത്. അനേകം വാവലുകൾ, 100 കണക്കിന് വാവലുകളാണ് കിടക്കുന്നത്. ഇപ്പോൾ എൻ്റെ ക്യാമറയിൽ ഇത് സൂം ചെയ്യാനായിട്ടുള്ള സൗകര്യമില്ല, അതുകൊണ്ട് ഇങ്ങനെയൊക്കെ കാണാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ നമ്മളിങ്ങനെയുള്ള അപ്രതീക്ഷിതമായിട്ട് നമ്മൾ ശകലം ത്യാഗങ്ങളൊക്കെ സഹിച്ചെങ്കിലും അപ്രതീക്ഷിതമായിട്ട് നമുക്ക് ഇത്രയും നല്ല സുന്ദരമായിട്ടുള്ള ഒരു പ്രകൃതി രമണീയമായിട്ടുള്ള കാഴ്ചയും കൂടെ കാണാൻ പറ്റി ഈ അട്ടഹാസ ക്ഷേത്രത്തിൽ നമ്മൾ വന്നതുകൊണ്ട്. നമ്മൾ ഈ വഴിയെ മുന്നോട്ട് നടന്നു വരുമ്പോൾ നമ്മൾ ആദ്യം വന്ന ക്ഷേത്രത്തിൻ്റെ പ്രധാന കവാടത്തിൻ്റെ അവിടെ തന്നെയാണ് വരുന്നത്. അതുകൊണ്ട് നമ്മളിങ്ങനെ വലത്ത് ചെയ്ത് നമുക്കിങ്ങനെ ഇപ്പം നമ്മൾ ആദ്യം വന്ന ഈ ക്ഷേത്രത്തിൻ്റെ ഇതുവഴി കയറി ഈ കവാടം വഴിയാണ് നമ്മൾ അകത്തോട്ട് കയറിയത്. ഈ കവാടം വഴി അകത്തോട്ട് കയറി നമ്മൾ ക്ഷേത്രത്തിൽ ദർശനമൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ അങ്ങനെ പഞ്ചമുണ്ടി ആശ്രമവും മറ്റേ കാളി ക്ഷേത്രവും ഒക്കെ കണ്ടിട്ട് നമ്മൾ വീണ്ടും നമ്മൾ ക്ഷേത്രത്തിൻ്റെ മുന്നിലോട്ട് എത്തിയിരിക്കുകയാണ്. ഇവിടെ ഒരു ആശ്രമം പോലെയൊക്കെയുള്ള സംഗതികൾ കാണാം. ഇവിടെ താമസിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ടോയെന്ന് അറിയത്തില്ല. എന്തായാലും നമ്മൾ ഇവിടെ നിന്ന് ഇന്ന് തന്നെ തിരിച്ച് പോകാമെന്നാണ്, ഇപ്പോൾ തന്നെ തിരിച്ച് പോകാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ശക്തിപീഠ ക്ഷേത്രങ്ങളിൽ ഒരു ദിവസം നമ്മൾ നിൽക്കാറുണ്ടായിരുന്നു. പക്ഷെങ്കിൽ ശക്തിപീഠം എന്നുള്ള ദൃഷ്ടിയിൽ ഈ ക്ഷേത്രത്തിനെ കഴിഞ്ഞ് കൂടുതൽ ഗ്രന്ഥങ്ങളിലും കൂടുതലായിട്ട് റെഫർ ചെയ്തിരിക്കുന്നത് മറ്റേ ബുല്ലാര ശക്തിപീഠ ക്ഷേത്രമാണ്. നമ്മൾ ഇന്നലെ കണ്ട ശക്തിപീഠമാണ്. അതുകൊണ്ട് നമ്മൾ ഇന്ന് തന്നെ ഇവിടുന്ന് പോകാനായിട്ടാണ് സാധ്യത. നമുക്ക് നോക്കാം. അപ്പോൾ ഇത് ഇവിടെ എന്തൊക്കെയോ കുറേ ആശ്രമങ്ങളോ അങ്ങനെയുള്ള സംഭവങ്ങൾ എന്തൊക്കെയോ കൂടുതൽ ആക്ടിവിറ്റീസ് ഉള്ളൊരു ക്ഷേത്രമാണിത്. അപ്പം നമ്മൾ വീണ്ടും ക്ഷേത്രത്തിൻ്റെ മുന്നിലത്തെ ഭാഗത്തോട്ട് തന്നെ ഇതാണ് നാട്യമണ്ഡപം എന്ന് പറയുന്ന ആ ഭാഗത്തോട്ട് വന്നു. നാട്യമണ്ഡപത്തിൻ്റെ കാഴ്ചകൾ നമ്മളിതുവരെ കണ്ടില്ല. നമുക്ക് പെട്ടെന്ന് ഈ നാട്യമണ്ഡപത്തിൻ്റെ കാഴ്ചയും കൂടെ നമുക്ക് കാണാം. അതുകൊണ്ട് നാട്യമണ്ഡപം ഇവിടെ മറ്റേ ശ്രീകോവിലിൻ്റെ ഗർഭഗൃഹത്തിൻ്റെ അവിടുന്ന് കുറേ ഇങ്ങോട്ട് മാറിയാണ്. ഇവിടെ ആദ്യം കാണുന്നത് ശിവനും സതിയും കൂടി വിവാഹം കഴിക്കുന്നതാണ് കാണുന്നത്. അത് കഴിഞ്ഞിട്ട് ശിവനും സതിയും കൂടി ഇങ്ങനെ ഇരിക്കുന്നത് കാണുന്നു. ഇങ്ങനെ ഇവിടെ വേറെ ഇതുപോലൊരു ചിത്രം കാണാം. ഇത് കഴിഞ്ഞിട്ട് ഇവിടെ കാണുന്നത് ദക്ഷയാഗമാണ് കാണുന്നത്. ദക്ഷയാഗത്തിൽ സതീദേവി ഇങ്ങനെ വരുന്നത്, സതീദേവി ദക്ഷയാഗത്തിൽ ഇതിൽ ഇറങ്ങുന്നത്, യാഗത്തിലിറങ്ങി ദേഹത്യാഗം ചെയ്യുന്ന കാഴ്ചയാണ്. അത് കഴിഞ്ഞിട്ട് ഇവിടെ കാണുന്നത് ഇവിടെ ശിവഭഗവാന് ദക്ഷയാഗം നശിപ്പിക്കുന്നതാണ്. ദക്ഷയാഗ വിനാശമാണ് ഇവിടെ കാണുന്നത്. നമ്മൾ ദക്ഷയാഗത്തിന് വേണ്ടിയിട്ട് ഭദ്രകാളിയും വീരഭദ്രനെയൊക്കെയാണ് കാണാൻ സാധിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ശിവഭഗവാന് ദക്ഷനെ കൊല്ലുന്ന ഭാഗമാണ് കാണുന്നത്. അത് കഴിഞ്ഞിട്ട് ദക്ഷനെ അനുഗ്രഹിക്കുന്ന ദക്ഷൻ്റെ ആടിൻ്റെ തല വെച്ച് ദക്ഷനെയാണ് കാണുന്നത്. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ശിവനെ ഇങ്ങനെ താണ്ഡവം ആടുന്നതാണ് കാണുന്നത്. ഇവിടെ സതീദേവിയുടെ ശരീരം എടുത്തുകൊണ്ട് ശിവൻ താണ്ഡവം ആടുന്നത് കാണുന്നു. അതുപോലെ ഇവിടെ സുദർശന ചക്രം കൊണ്ട് സതീദേവിയുടെ ശരീരം ഖണ്ഡിക്കുന്നു. ഇവിടെ ആ സതീദേവിയുടെ ശരീരഭാഗത്തിൽ നിന്ന് സതീദേവിയുടെ ചുണ്ടിൻ്റെ ഭാഗം ഇവിടെ പതിക്കുന്നതായിട്ടാണ് ഇവിടെ പ്രതിനിധീകരിച്ച് വെച്ചിരിക്കുന്നത്. അങ്ങനെ നമ്മൾ അന്നദാനം കഴിക്കാനായിട്ട് പോവുകയാണ്. അങ്ങനെയുള്ള ഇവിടെ ഭക്ഷണത്തിന് ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിച്ച് വന്നാൽ നമുക്കിവിടെ അന്നദാനം ഉണ്ടെന്നാണ് അറിയാൻ സാധിച്ചത്. അന്നദാനത്തിൻ്റെ എന്നാലും കൂപ്പൺ നമ്മൾ എടുത്തിട്ടുണ്ട്. ഇതാണ് വളരെ ചെറിയൊരു അന്നദാന മണ്ഡപമാണ്. അപ്പോൾ ഇവിടെ നമ്മുടെ ഈ സ്വാമിയാണ് നമുക്ക് ഇതൊക്കെ
നമുക്ക് അറേഞ്ച്മെൻ്റൊക്കെ ചെയ്തു തന്നത്. അഹം വൈശാനരോ ഭൂത്വ പ്രാണിനാം ദേഹമാശ്രിതാം പ്രാണാപാനസമായുക്തം പചാമ്യന്നം ചതുർവിധം ബ്രഹ്മാർപ്പണം ബ്രഹ്മഹവീർ ബ്രഹ്മാത്മോ ബ്രഹ്മണാഹുതം ബ്രഹ്മൈവ തേന ഗന്ധവ്യം ബ്രഹ്മകർമ്മസമാധിന. ഓം ശാന്തി ശാന്തി ശാന്തി. അന്നേരം നമ്മുടെ അട്ടഹാസ ശക്തിപീഠ ക്ഷേത്രത്തിൻ്റെ കാഴ്ചകൾ നമ്മളിവിടെ പൂർണ്ണമാവുകയാണ്. നമ്മൾ ഇന്ന് തന്നെ ഇവിടെ നിന്ന് നമ്മളിനി അടുത്ത ശക്തിപീഠ ക്ഷേത്രമായിട്ടുള്ള ബാഹുല ശക്തിപീഠത്തിലേക്കാണ് പോകുന്നത്. ബാഹുല ശക്തിപീഠത്തിൽ ദേവിയുടെ കൈ വീണ സ്ഥലമാണ് ബാഹുല ശക്തിപീഠം. അങ്ങോട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പം വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ നിശ്ചയമായിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കണം. ഞാൻ ഇതുവരെ വീഡിയോയിൽ മറ്റ് കാഴ്ചകളൊന്നും കൂടുതൽ ഉൾപ്പെടുത്താറില്ലായിരുന്നു. ഈ വീഡിയോയിൽ നമ്മൾ ഇങ്ങോട്ട് യാത്ര ചെയ്ത് വരുന്ന വഴിയിലുള്ള കാഴ്ചകളൊക്കെ, ഗ്രാമത്തിൻ്റെ കാഴ്ചകളൊക്കെ ഉൾപ്പെടുത്തുന്നുണ്ട്. നിങ്ങൾക്ക് വീഡിയോ കാണുന്ന ആരെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യണം. ഇത് ഇങ്ങനെയുള്ള കാഴ്ചകൾ കാണാനായിട്ട് ഇഷ്ടമാണോ, അതോ ക്ഷേത്രത്തിൻ്റെ കാഴ്ചകൾ മാത്രമാണോ കാണാൻ ഇഷ്ടം? ഈ കാര്യങ്ങളൊക്കെ വിശദമായിട്ട് പറയുകയാണെങ്കിൽ ആ രീതിയിൽ എനിക്ക് വീഡിയോയിൽ മാറ്റങ്ങളൊക്കെ വരുത്താം. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും നമസ്കാരം. വന്ദേ മാതരം, ഭാരത് മാതാ കി ജയ്. ഇന്ന് ഭാരത് മാതാ കി ജയും വന്ദേ മാതരവും പറയാനായിട്ട് കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ന് രാവിലെ ഉണർന്നപ്പോൾ കേട്ട ആ ഒരു ശുഭവാർത്തയാണ്. അങ്ങനെ പാകിസ്ഥാന് തക്കതായിട്ടുള്ള തിരിച്ചടി കൊടുത്തിരിക്കുന്നു. അങ്ങനെ നമ്മളിനി അട്ടഹാസ ശക്തിപീഠം, ദേവിയുടെ അട്ടഹാസം കണ്ട് നമ്മളിനി അടുത്ത ദേവിയുടെ ബാഹുലം ദേവിയുടെ കൈ പതിച്ചിരിക്കുന്ന സ്ഥലം കാണാനായിട്ട് ബാഹുല ശക്തിപീഠത്തിലേക്കാണ് പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം.